ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതൊരു കാറ്റഗറി ഓഫ് കാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. അതിൻ്റെ അകത്ത് ഒരു 2-3 ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ്, പ്രഷർ ഡൈ കാസ്റ്റിംഗ്, വാക്യൂം ഡൈ കാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി ഓഫ് കാസ്റ്റിംഗ് മെത്തേഡാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസായിട്ട് ഈ ഫസ്റ്റ് മോഡ്യൂളിലുള്ള വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാസ്റ്റിംഗ് മെത്തേഡ്സിലെല്ലാം അതിൻ്റെ മൗൾഡ് എന്ന് പറയുന്നത് സിംഗിൾ യൂസ് മൗൾഡ് എന്ന് പറയാം. അതായത് ഈ കാസ്റ്റിങ്ങിനെ മൗൾഡിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പം മൗൾഡിങ് പൊട്ടിച്ച് മൗൾഡിനെ ബ്രേക്ക് ചെയ്താണ് കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കുന്നത്. ഈ മോൾട്ടൺ മെറ്റൽ സോൾട്ടിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കുന്ന മൗൾഡിനെ പൊട്ടിച്ചാണ്, മൗൾഡിനെ ബ്രേക്ക് ചെയ്താണ് കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കുന്നത്. അതിപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് ആയാലും അതിന് മുന്നേ ഉള്ള നമ്മുടെ ഇവാപ്പറേറ്റീവ് മൗൾഡ് കാസ്റ്റിംഗ് ആയാലും സെറാമിക് മൗൾഡ് കാസ്റ്റിംഗ് ആയാലും പ്ലാസ്റ്റർ മൗൾഡിങ് ആയിരുന്നാലും ഷെൽ മൗൾഡിങ് ആയിരുന്നാലും ഈവൻ സാൻഡ് കാസ്റ്റിംഗ് ആയിരുന്നാലും എല്ലാ മെത്തേഡ്സിലും ഈ മൗൾഡ് എന്ന് പറയുന്ന സംഭവം ഈ കാസ്റ്റിംഗ് പുറത്തെടുക്കുന്ന സമയത്ത് ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ അതായത് ഇതൊരു സിംഗിൾ യൂസ് പ്രോഡക്റ്റ് ആണെന്ന് പറയാം. സിംഗിൾ യൂസ് ആയിട്ടുള്ള സംഭവമാണ് ഈ മൗൾഡ് എന്ന് പറയുന്നത്. ഓരോ തവണ കാസ്റ്റിംഗ് ഉണ്ടാക്കാനും ഈ മൗൾഡ് ഇങ്ങനെ പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ മൗൾഡ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രോയ് ആയിപ്പോവും. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് മൗൾഡ് ഉപയോഗിച്ച് കാസ്റ്റിംഗ് ഉണ്ടാക്കുന്ന മെത്തേഡ്സാണ് നമ്മൾ ഇത്രയും നാളായിട്ട് പഠിച്ചത്. പക്ഷേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കുറച്ച് 4-5 മെത്തേഡ്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഡിസ്ട്രോയ് ആവുന്ന കാസ്റ്റിംഗ് പുറത്തെടുക്കാനായിട്ട് ഡിസ്ട്രോയ് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഓഫ് മൗൾഡ് അല്ല, അതിന് പകരം പെർമനൻ്റ് ആയിട്ടുള്ള മൗൾഡ് ഉപയോഗിച്ച് കാസ്റ്റിംഗ് ഉണ്ടാക്കുന്ന മെത്തേഡ്സാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, അഡ്വാൻസ്ഡ് കാസ്റ്റിംഗ് മെത്തേഡ്സ്. അപ്പം അതായത് പെർമനൻറ്റ് മൗൾഡ് എന്ന് പറഞ്ഞാൽ ഈ മൗൾഡ് ഉണ്ടാക്കിയിരിക്കുന്ന മണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ ഷെല്ല് കൊണ്ടോ അല്ലെങ്കിൽ സെറാമിക് മെറ്റീരിയൽ കൊണ്ടോ അങ്ങനെ ഉള്ളൊന്നും ആയിരിക്കത്തില്ല. പകരം മെറ്റൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അലോയ് ഉപയോഗിച്ചോ, ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റലോ അല്ലെങ്കിൽ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള അലോയോ ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ മൗൾഡായിരിക്കും ഈ കാസ്റ്റിംഗ് മെത്തേഡ്സിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കാസ്റ്റിങ്ങിനെ റിമൂവ് ചെയ്യുന്ന മോൾട്ടൺ മെറ്റലിനെ ഒരുക്കി ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് സോൾട്ടിഫൈ ചെയ്ത് കാസ്റ്റിംഗ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ മൗൾഡിനെ ഡിസ്ട്രോയ് ആവത്തില്ല. മൗൾഡിനെ ബ്രേക്ക് ചെയ്തില്ല കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കുന്ന ആ മൗൾഡിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മിക്കവാറും 2 ഹാഫായിട്ടായിരിക്കും മൗൾഡ് ഇരിക്കുന്നത്. അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ നോക്കുക, ഇതിപ്പോൾ 2 ഹാഫാണെന്ന് കരുതുക. ഇത് ഒരു ഡൈ കാസ്റ്റിംഗ് അല്ലെങ്കിൽ പെർമനൻറ്റ് മൗൾഡിൻ്റെ അകത്ത് വരുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ മൗൾഡ് എന്ന് പറയുന്നത്. 2 ഹാഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് വയ്ക്കും. എന്നിട്ടായിരിക്കും അതിൻ്റെ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കാനുള്ള ഹോൾ കാണും, അതുവഴി മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് സോൾട്ടിഫൈ ആയി കഴിയുമ്പം ഇതിനെ ഈ ക്ലാമ്പിനെ മാറ്റിയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കാസ്റ്റിംഗ് കാണും, അതിനെ ഇങ്ങ് എടുക്കും. അപ്പോൾ ആ ഒരു രീതിയാണ് പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പം മൗൾഡിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല, ബ്രേക്ക് ചെയ്യുന്നില്ല, 2 ഹാഫായിട്ട് ഇരിക്കുന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള കാസ്റ്റിംഗ് പുറത്തെടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ മൗൾഡിനെ വീണ്ടും ജോയിൻ ചെയ്ത് വെച്ച് ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെയും മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് അടുത്ത കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന മൗൾഡ്, അതിനെയാണ് ഈ പെർമനൻറ്റ് മൗൾഡ് എന്ന് പറയുന്നത്. അങ്ങനത്തെ പെർമനൻറ്റ് മൗൾഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ്, അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അത് ഒരുപാട് ഈ പെർമനൻറ്റ് മൗൾഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കാസ്റ്റിംഗ് മെത്തേഡ്സ് ഒരുപാടുണ്ട്. അതിലൊരു 2-3 മാത്രമേ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്നും പ്രഷർ ഡൈ കാസ്റ്റിംഗ് എന്നും വാക്യൂം ഡൈ കാസ്റ്റിംഗ് എന്നൊക്കെ നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്യുന്ന മെത്തേഡ്സാണ്. അപ്പോൾ അത് മാത്രമേ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതല്ലാതെ വേറെയും കാസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പെർമനൻറ്റ് മൗൾഡ് ഉപയോഗിച്ച് ഉണ്ടാകുന്ന കാസ്റ്റിംഗ് മെത്തേഡ്സാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. 2-3 വീഡിയോസിൽ അതായിരിക്കും നോക്കുന്നത്. അതിലാദ്യത്തെ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് അതിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. അതായത് എക്സ്പ്ലെയിൻ എ പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് ഫോർ 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഈ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് ആണ്. പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കാം. അതല്ല എങ്കിൽ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്ന് തന്നെ ക്വസ്റ്റ്യനിൽ കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എഴുതി വയ്ക്കാം. ഈ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്ന് പറയുന്നില്ല, ജസ്റ്റ് പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കാം. ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് ആണ് ഈ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ്. അപ്പോൾ ഈ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഇതിനെ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്ന് പറയാൻ കാര്യം ഈ ഡൈക്കകത്തോട്ട്, ഈ ഡൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പെർമനൻറ്റ് മൗൾഡിനെയാണ് ഡൈ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് മോൾട്ടൺ മെറ്റൽ എൻ്റർ ചെയ്യാനായിട്ട്, മോൾട്ടൺ മെറ്റൽ അകത്തോട്ട് കയറ്റാനായിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, പ്രഷർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഈ മോൾട്ടൺ മെറ്റൽ ഇഞ്ചക്ട് ചെയ്തൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് അതിനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രഷർ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷർ ഒന്നും അപ്ലൈ ചെയ്തില്ല ഈ മൗൾഡിൻ്റെ അകത്തോട്ട് മോൾട്ടൺ മെറ്റൽ അകത്തോട്ട് കയറുന്നത്. അതുകൊണ്ടാണ് അതിനെ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതേസമയം എന്തെങ്കിലും പ്രഷർ അപ്ലൈ ചെയ്താണ് ഈ മോൾട്ടൺ മെറ്റലിനെ ഈ മൗൾഡിൻ്റെ അകത്തോട്ട് കയറ്റുന്നു എങ്കിൽ
അതിനെ പ്രഷർ ഡൈ കാസ്റ്റിംഗ് എന്ന് പറയും. വാക്വം ഉപയോഗിച്ചാണ് അതിൻ്റെ അകത്തോട്ട് മോട്ടർ മെറ്റൽ കയറുന്നതെങ്കിൽ അതിനെ വാക്വം ഡൈ കാസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഈ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗിൽ ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് മോട്ടർ മെറ്റൽ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഗ്രാവിറ്റി മൂലം ഈ മോട്ടർ മെറ്റൽ ഡൈക്ക് അകത്തോട്ട് കയറും. ഡൈ അല്ലെങ്കിൽ ഈ പെർമനൻറ്റ് മൗൾഡ്, മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഈ മൗൾഡിനെയാണ് ഡൈ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തോട്ട് ഗ്രാവിറ്റി മൂലമാണ് മോട്ടർ മെറ്റൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കാം, ഇത് ഗ്രാവിറ്റി ഡൈ കാസ്റ്റിങ്ങിൻ്റെ ഒരു ഫോട്ടോ, അതിൻ്റെ വർക്കിങ്ങിൻ്റെ ഒരു ഫോട്ടോ ആണെന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇതാണ് ഡൈ എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ പെർമനൻറ്റ് മൗൾഡ് എന്ന് പറയുന്ന സംഭവം. ഇത് മെറ്റൽ ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് കൂടിയ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റൽ വെച്ചിട്ടായിരിക്കും ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നീ എന്തെങ്കിലും മെറ്റലായിരിക്കും, അല്ലെങ്കിൽ മെറ്റലിൻ്റെ എന്തെങ്കിലും അലോയി ആയിരിക്കും. ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള എന്തെങ്കിലും അലോയി വെച്ചിട്ടായിരിക്കും ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ രണ്ട് ഹാഫായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മറ്റേ പോർ ബേസിംഗ് എന്ന് പറയുന്ന സംഭവം കാണും, മോട്ടർ മെറ്റൽ ഒഴിച്ചു കൊടുക്കാനുള്ള ഓപ്പണിംഗ് കാണും, വെർട്ടിക്കലായിട്ടുള്ള സ്പ്രൂ എന്ന് പറയുന്ന മോട്ടർ മെറ്റൽ പാസ് ചെയ്യാനുള്ള, ഫ്ലോ ചെയ്യാനുള്ള വെർട്ടിക്കൽ പാസേജ് കാണും, ഹൊറിസോണ്ടൽ പാസേജ് കാണും. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ മൗൾഡിൻ്റെ അകത്ത് തന്നെ പെർമനൻ്റ് ആയിട്ട് കാണും. അതിനുള്ള ക്യാവിറ്റി പെർമനൻ്റ് ആയിട്ട് കാണും. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഗേറ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം ഈ മൗൾഡിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ക്യാവിറ്റി ഇവിടെ കാണും, അതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് എവിടെയാണോ മോട്ടർ മെറ്റൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ആ ഹോളിലോട്ട് ഒഴിച്ചു കൊടുക്കുക, മോട്ടർ മെറ്റലിൻ്റെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുക എന്ന ജോലി മാത്രമേ ഇതിലുള്ളൂ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ അകത്തുള്ള മോട്ടർ മെറ്റൽ സോൾട്ടിഫൈ ചെയ്യുകയും, സോൾട്ടിഫൈ ചെയ്തതിന് ശേഷം ഇതിനെ ഈ ക്ലാമ്പ് മാറ്റിയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിങ്ങിൻ്റെ വർക്കിംഗ് എന്നുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ് വർക്കിംഗ്. ഒരു 4-5 സെൻറ്റൻസ് കൊണ്ട് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് പറഞ്ഞു തീർക്കാം. ഇതിൻ്റെ ഫിഗർ വരയ്ക്കുക എന്നതാണ് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്നോ അല്ലെങ്കിൽ പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് എന്നോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒരു ഫിഗർ വരയ്ക്കുക. ഒന്നുകിൽ ഇങ്ങനത്തെ ഒരു ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റത്തില്ല, അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫിഗർ വരയ്ക്കുക. ഇതും കുറച്ച് 3D ഫിഗറാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്, പറ്റാവുന്ന രീതിയിൽ വരച്ച് വയ്ക്കുക. എന്നിട്ട് വാട്സ് മറയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ബേസിക് വർക്കിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു 4-5 സെൻറ്റൻസിൽ ബേസിക് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക. ബേസിക് വർക്കിംഗ് ആയിട്ട് പറയാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് എന്താണ് സംഭവം എന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കൂടെ എഴുതി വയ്ക്കാം. ഈ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും സത്യം പറഞ്ഞാൽ ഈ എല്ലാ ടൈപ്പിനും, ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് ആയിരുന്നാലും പ്രഷർ ഡൈ കാസ്റ്റിംഗ് ആയിരുന്നാലും വാക്യൂം ഡൈ കാസ്റ്റിംഗ് ആയിരുന്നാലും എല്ലാത്തിലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, വളരെ ഹൈ സർഫസ് ഫിനിഷ് ആയിരിക്കും ഇതുവരെ ഉണ്ടാക്കിയെടുക്കുന്ന കാസ്റ്റിംഗ്. കാരണം മെറ്റൽ ഉപയോഗിച്ചാണ്, സാൻഡൊന്നുമല്ല, മെറ്റൽ ഉപയോഗിച്ചുള്ള മൗൾഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ സർഫസ് ഫിനിഷ് ആയിരിക്കും ഈ ക്യാവിറ്റിക്ക്. കാരണം ഈ ക്യാവിറ്റി, ഈ ഏരിയയ്ക്കൊക്കെ, ഈ ഒരു ക്യാവിറ്റിക്കൊക്കെ വളരെ ഹൈ സർഫസ് ഫിനിഷ് ആയിരിക്കും. അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റിനും ആ കാസ്റ്റിങ്ങിനും ഹൈ സർഫസ് ഫിനിഷ് തന്നെയായിരിക്കും, ഹൈ ആക്യുറേറ്റ് ആയിരിക്കും, ഡയമെൻഷനൊക്കെ എക്സാക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ഹൈ പ്രൊഡക്ഷൻ റേറ്റ്, അതായത് വളരെ പെട്ടെന്ന് നമുക്ക് കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ തന്നെ കാണുക, ഈ 2 ഹാഫും കൂടെ ചേർത്ത് വയ്ക്കുക, മോട്ടർ മെറ്റൽ ഒഴിച്ചു കൊടുക്കുക, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് സോൾട്ടിഫിക്കേഷൻ നടക്കും. എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കാം. വീണ്ടും ഉടനെ തന്നെ ഇതിനെ വീണ്ടും ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് മോട്ടർ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു, അത് സോൾട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ അത് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഈ കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മറ്റേ സാൻഡ് കാസ്റ്റിങ്ങിനോ അല്ലാതെ ബാക്കി നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന ബാക്കി മൗൾഡിങ് മെത്തേഡ്സിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു ഇങ്ങനെ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചില പ്രോസസ്സിലൊക്കെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം, ചില പ്രോസസ്സിൽ ഈ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കണം, ഓരോ തവണയും പാറ്റേൺ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് പാറ്റേണും കൂടെ ഡിസ്ട്രോയ് ആയിപ്പോകും. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള മൗൾഡിംഗ് മെത്തേഡുകളായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മൗൾഡ് ആയതുകൊണ്ട് ഈ മൗൾഡ് എപ്പോഴും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ ഉണ്ടാക്കി വെച്ചാൽ മതി, അത് തന്നെ എപ്പോഴും റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇവിടെ പാറ്റേൺ എന്ന് പറയുന്ന സംഭവമൊന്നും ഉപയോഗിക്കുന്നതേ ഇല്ല, മൗൾഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കമ്പോണൻസ് കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, കൂടുതൽ കാലം നിലനിൽക്കും. ഇത് തന്നെ സംഭവം റീയൂസ് ചെയ്യാൻ പറ്റുന്ന മൗൾഡ് ആയതുകൊണ്ട് എത്ര നാൾ വേണം, വർഷങ്ങളോളം ഈ സംഭവം സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ഈ സംഭവം റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലോങ് ലൈഫ്, അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ലിമിറ്റേഷൻ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ മെറ്റീരിയൽ, ഈ മൗൾഡ്, പെർമനൻറ്റ് മൗൾഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിനേക്കാളും ഹൈ മെൽറ്റിംഗ് പോയിന്റുള്ള മെറ്റൽ ഉപയോഗിച്ച് നമുക്ക് കാസ്റ്റിംഗ് ഉണ്ടാക്കാനായിട്ട് ഒക്കത്തില്ല. കാരണം അത്രയും ഹൈ ടെമ്പറേച്ചറുള്ള മോട്ടർ മെറ്റൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചെടുത്താൽ ചിലപ്പം ഇത് അങ്ങ് മെൽറ്റായി പോകും, ഈ മൗൾഡ് തന്നെ മെൽറ്റായി പോകും. അതുകൊണ്ട് മൗൾഡ് എന്തോ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനെക്കാളും കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റുള്ള മെറ്റൽ മാത്രമേ ഇങ്ങനെ മോട്ടർ മെറ്റൽ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് കാസ്റ്റിംഗ് ഉണ്ടാക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ചിലപ്പം ഒന്നുകിൽ ഇതുണ്ടാക്കിയിരിക്കുന്ന വളരെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും ഇതുണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അലോയ് ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള അലോയ് ഉണ്ടായിരിക്കും ഇതുണ്ടാക്കിയിരിക്കുന്നത്. എന്നാലും
ഒരു കുറച്ച് ലിമിറ്റേഷൻ കാണുമല്ലോ, അലോയ് ആയിരുന്നാലും മെറ്റൽ ആയിരുന്നാലും കുറച്ച് ലിമിറ്റേഷൻ കാണും. അതുകൊണ്ട് വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റൽസ് ഉപയോഗിച്ചൊന്ന് കാസ്റ്റിംഗ് ഉണ്ടാക്കാനായിട്ട് ഈ മെത്തേഡ് പോസിബിൾ അല്ല. കാരണം ഈ പെർമനൻറ്റ് മൗൾഡ് തന്നെ ചിലപ്പോൾ ഡാമേജ് ആയിപ്പോൾ അത്രയും ഹൈ ടെമ്പറേച്ചറുള്ള മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് സാധാരണ ഒരു മീഡിയം അല്ലെങ്കിൽ കുറഞ്ഞ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റൽസ് ഉള്ള കാസ്റ്റിംഗ് ഉണ്ടാക്കാനാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത്. അതല്ല എങ്കിൽ ഈ പെർമനൻറ്റ് മൗൾഡ് എന്നുള്ളത് മെറ്റലിന് പകരം ഗ്രാഫൈറ്റ് ഉണ്ടാക്കണം. വളരെ വലിയ വലിയ കമ്പനീസിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഗ്രാഫൈറ്റ് ഒക്കെ ഉപയോഗിച്ച് ഈ മൗൾഡ് ഉണ്ടാക്കാറുണ്ട്. അത് പക്ഷേ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഗ്രാഫൈറ്റ് ഉപയോഗിച്ച് മൗൾഡൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഗ്രാഫൈറ്റ് ആണെങ്കിൽ വളരെ ഹൈ റീഫാക്ടറിനെസ് ഉള്ള മെറ്റീരിയലാണ്, വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്. അപ്പം അത് ഉപയോഗിച്ചാണെങ്കിൽ വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് മെറ്റൽസൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതൊക്കെ വളരെ വലിയ പ്രൊഡക്ഷൻ പ്ലാന്റ്സിനൊക്കെ ഗ്രാഫൈറ്റ് കൊണ്ടുള്ള മൗൾഡൊക്കെ ഉപയോഗിക്കാറുള്ളൂ. മിക്കവാറും കേസിൽ മെറ്റൽ കൊണ്ടുള്ള മൗൾഡായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ആ കാസ്റ്റിങ്ങിൻ്റെ മെറ്റീരിയലിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റീരിയലിനൊന്നും ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അതൊരു ലിമിറ്റേഷൻ. രണ്ടാമതൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് പെർമനൻറ്റ് മൗൾഡാണ്. അതായത് ഈ കാസ്റ്റിങ്ങിൻ്റെ ഈ ഷേപ്പ് എന്ന് പറയുന്നത്, അതായത് ഈ ഷേപ്പും അതിൻ്റെ ഡിസൈനും എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കണം. എപ്പോഴും ചേഞ്ചസ് വരുന്ന കാസ്റ്റിംഗ് ആണെങ്കിൽ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഷേപ്പിനും ഡയമെൻഷൻസിനും ഒന്നും മാറ്റം വരുന്നില്ല. അങ്ങനെ ഷേപ്പിനും അതിൻ്റെ ഡിസൈനിങ്ങിനും ഡയമെൻഷൻസിനും ഒന്നും മാറ്റം വരാത്ത സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ മാത്രമേ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ എപ്പോഴും അതിൻ്റെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനിലുള്ള കാസ്റ്റിംഗ് ഒന്നും ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ മാത്രമേ ഈ മെത്തേഡ് ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് കാസ്റ്റിങ്സ് ഉണ്ടാക്കണമെങ്കിൽ മാത്രമേ ഈ സംഭവം ഉപയോഗിക്കാറുള്ളൂ. ഒരു 10 കാസ്റ്റിംഗ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ 100 കാസ്റ്റിംഗ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള സിറ്റുവേഷനിലൊന്നും ഈ പെർമനൻറ്റ് മൗൾഡ് ഉപയോഗിച്ചുള്ള കാസ്റ്റിംഗ് ചെയ്യാറില്ല. ഈ പെർമനൻറ്റ് മൗൾഡ് ഉപയോഗിച്ച് കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10,000 യൂണിറ്റ്സ് കാസ്റ്റിംഗ് അത്രയും പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കണം. അത്രയും ലാർജ് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ മാത്രമേ സാധാരണ ഈ പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് ഉപയോഗിക്കാറുള്ളൂ. കാരണം ഈ പെർമനൻറ്റ് മൗൾഡ് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഒരുപാട് ടൈമും ഒരുപാട് കോസ്റ്റും ഒക്കെ വരും. ഈ പെർമനൻറ്റ് മൗൾഡ് എന്ന് പറയുന്ന ആ ഒരു ഡൈ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഒരുപാട് കോസ്റ്റ് വരും, ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് കാസ്റ്റിംഗ് ഉണ്ടാക്കുന്നുവെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവം യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഒരു 10 കാസ്റ്റിംഗ് ഉണ്ടാക്കണം അല്ലെങ്കിൽ 100 കാസ്റ്റിംഗ് ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ ഈ ഒരു രീതിയിലോട്ട് പോകത്തില്ല. കാരണം പ്രോഫിറ്റബിൾ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഈ ഒരു സംഭവത്തിനുണ്ട്. പിന്നെ ഉള്ളത്, ഇത് സാധാരണ ചെറിയ അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള കാസ്റ്റിംഗ് ഉണ്ടാക്കാൻ മാത്രമേ ഈ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ഡൈ കാസ്റ്റിംഗ് തന്നെ ഉപയോഗിക്കാറുള്ളൂ. ലാർജ് കാസ്റ്റിംഗ് ഒന്നും ഉണ്ടാക്കാൻ ഇത് പറ്റത്തില്ല. ലാർജ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ മൗൾഡ് വളരെ ലാർജ് ആയിപ്പോൾ അത്ര വലിയ മൗൾഡിനെ ഒന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. എടുത്ത് പൊക്കാനൊന്നും ഒക്കത്തില്ല, എടുത്ത് ചേർത്തിങ്ങനെ പിടിക്കാനൊന്നും ഒക്കത്തില്ല. അതുകൊണ്ട് സാധാരണ സ്മോൾ സൈസിലുള്ള അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള കാസ്റ്റിംഗ് ഉണ്ടാക്കാൻ മാത്രമേ ഈ ഡൈ കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് യൂസ് ചെയ്യാറുള്ളൂ. അതിപ്പോൾ ഗ്രാവിറ്റി ആയിരുന്നാലും നമ്മുടെ ഈ പ്രഷർ ഡൈ കാസ്റ്റിംഗ് ആയിരുന്നാലും വാക്യൂം ഡൈ കാസ്റ്റിംഗ് ആയിരുന്നാലും സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള കാസ്റ്റിംഗ് ഉണ്ടാക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. വലിയ കാസ്റ്റിംഗ് ഒന്നും ഇത് ഉപയോഗിച്ച് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാറില്ല. കാരണം സൈസ് ലിമിറ്റേഷൻ ഉണ്ടല്ലോ, നമുക്ക് വലിയ കാസ്റ്റിംഗ് ഒന്നും ഇത് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടൊന്നും ചെയ്യാനൊന്നും നോക്കത്തില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. കോസ്റ്റ് കൂടുതലാണ്. ലോ മെൽറ്റിംഗ് പോയിൻറ്റ് മെറ്റൽസ് കൊണ്ട് മാത്രമേ ഇതിൽ ചെയ്യാനൊക്കെ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ. പിന്നെ ലോ പെർമേബിലിറ്റി. ഈ ലോ പെർമേബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ മോട്ടർ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഗ്യാസസ്, ഒരുപാട് എക്സോസ്റ്റ് ഗ്യാസസ് അല്ലെങ്കിൽ ഫ്യൂംഡ് ഗ്യാസസ് ഇങ്ങനെ പുറത്തേക്ക് പോവേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സാൻഡ് കാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ സാൻഡ് ഗ്രെയിൻസിൻ്റെ ഇടയിൽ കൂടെ ഈ ഗ്യാസുകൾ പുറത്തോട്ടങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ ഈ മെറ്റൽ വെച്ചിട്ടാണ് ഈ മോൾഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള എന്തായിരുന്നാലും മോട്ടർ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഗ്യാസ് അവിടെ ഫോം ചെയ്യും. ആ ഗ്യാസിന് പുറത്തു പോകാനായിട്ട് ആവശ്യത്തിന് സ്പേസ് കാണത്തില്ല. ആകെയുള്ളൊരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പണിംഗ് കൂടി ഒരുപക്ഷെ ഗ്യാസിന് പുറത്തു പോയെന്നിരിക്കാം. അല്ലാത്ത ഗ്യാസുകൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ചിലപ്പം ഡിഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ലോ പെർമേബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്തുള്ള ഗ്യാസിന് എസ്കേപ്പ് ചെയ്യാനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നുമില്ല. അത് ഈ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലോ പെർമേബിലിറ്റി എന്നൊരു ലിമിറ്റേഷനും കൂടെ ഈ ഒരു പ്രോസസ്സിനുണ്ട്. എന്നാലും ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണമെങ്കിലൊക്കെ സാധാരണ ഈ ഡൈ കാസ്റ്റിംഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഓട്ടോമേഷനിലൊക്കെ, അതായത് കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള അങ്ങനത്തെ പ്രൊഡക്ഷൻ കമ്പനീസിലൊക്കെ സാധാരണ ഈ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലേബറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ലേബറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ 2 ഹാഫ് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക, ക്ലാമ്പ് വയ്ക്കുക, മോട്ടർ മെറ്റൽ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ആ കാസ്റ്റിങ്ങിൻ്റെ പുറത്തെടുക്കാവുന്ന ജോലി മാത്രമേ ലേബറിനുള്ളൂ. അപ്പം വലിയ സ്കില്ലൊന്നും ലേബറിന് ആവശ്യമില്ല. മാത്രമല്ല ഇത് വേണമെങ്കിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആക്കാനും പറ്റും. ഫുള്ളി കമ്പ്യൂട്ടർ കൺട്രോളിലാക്കി ഫുള്ളി ഓട്ടോമേറ്റഡ് ആക്കാനും പറ്റും ഈ ഒരു പ്രോസസ്സിൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസും കുറച്ച് ലിമിറ്റേഷൻസും ഈ പ്രോസസ്സിനുണ്ട്.
അപ്പോൾ ഈ പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിലും ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ഫിഗറാണ് വരയ്ക്കുന്നത്. ഒന്നുകിൽ ഈ ഫിഗർ എങ്ങനെയെങ്കിലുമൊക്കെ വരച്ച് വയ്ക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ഈ ഫിഗർ വരച്ച് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഫിഗർ വരച്ച് വെച്ച് നിങ്ങൾക്ക് ഈ പാർട്സൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇതാണ് ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനെ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്ന് പറയാൻ കാര്യം ഈ മോൾട്ടൺ മെറ്റൽ ഈ മൗൾഡിൻ്റെ അകത്തോട്ട് കയറുന്ന ഗ്രാവിറ്റി ഉപയോഗിച്ചാണ്. കാരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്താണ് ഈ മോൾട്ടൺ മെറ്റൽ ഈ ഡൈയുടെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്, ഇഞ്ചെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ എക്സ്റ്റേണൽ പ്രഷർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഗ്രാവിറ്റി കൊണ്ടാണ് ഈ മോൾട്ടൺ മെറ്റൽ ഈ ഇതിൻ്റെ അകത്തോട്ട് മോൾഡിൻ്റെ അകത്തോട്ട് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കൂടെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് 10 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ പെർമനൻറ്റ് മൗൾഡ് കാസ്റ്റിംഗ് ആണ് പഠിച്ചു തുടങ്ങിയത്. മൗൾഡ് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിരിക്കും, അതായത് മെറ്റൽ കൊണ്ടോ എന്തെങ്കിലും അലോയി കൊണ്ടോ ഉണ്ടാക്കിയ പെർമനൻ്റ് ആയിട്ടുള്ള മൗൾഡായിരിക്കും ഈ മെത്തേഡ്സിനെല്ലാം ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എല്ലാത്തിനും. ഈ എല്ലാ ഡൈ കാസ്റ്റിംഗ് മെത്തേഡ്സിനും അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പ്രഷർ ഡൈ കാസ്റ്റിങ്ങിൻ്റെ 2 ടൈപ്പ് ഉണ്ട്, ഹോട്ട് ചേമ്പറും കോൾഡ് ചേമ്പറും ഉണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.